ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നോക്ക് ദ റെസിപ്പീസ് ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് ഡ്രാഗൺ ചിക്കൻ. ഇൻഗ്രീഡിയൻസ് നോക്ക് ചെയ്യുന്നതിന് മുന്നേ എല്ലാവരോടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും വീഡിയോ മുഴുവനായും കണ്ട് ലൈക്ക് ചെയ്യാനും ഒന്ന് റിമൈൻഡ് ചെയ്യട്ടെ കേട്ടോ. ഇനിയും ഒരുപാട് റെസിപ്പീസ് നമ്മുടെ ചാനലിലൂടെ നോക്ക് ചെയ്യാനുള്ളതാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്ത് കട്ടയ്ക്ക് തന്നെ സപ്പോർട്ടായി ഉണ്ടാവണം കേട്ടോ. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ ഇൻഗ്രീഡിയൻസിലേക്ക് പോകാം. മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചിക്കൻ ബ്രസ്റ്റ് 500 ഗ്രാം ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഞാൻ ചിക്കൻ കട്ട് ചെയ്യുന്നതിന് മുന്നേ ഒരു കിച്ചൺ ടിഷ്യൂയിൽ വെച്ച് ചിക്കൻ ബ്രസ്റ്റ് ഒന്ന് ഒപ്പിയെടുക്കാറുണ്ട്. കട്ട് ചെയ്യുമ്പോൾ സ്ലിപ്പ് ആകാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ചിക്കൻ വീഡിയോയിൽ കാണുന്ന പോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം. ചിക്കൻ ബ്രസ്റ്റ് കട്ട് ചെയ്യുമ്പോൾ അതിന്റെ സ്കിൻ സൈഡ് അല്ലാതെ ഉൾഭാഗത്തുനിന്ന് കട്ട് ചെയ്യുകയാണെങ്കിൽ ഈസി ആയി കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഞാനിവിടെ ചിക്കൻ ബ്രസ്റ്റ് മുഴുവൻ നീളത്തിൽ കട്ട് ചെയ്ത് മാറ്റിയെടുത്ത് വെക്കുന്നുണ്ട്. ആദ്യം ചിക്കൻ മാരിനേറ്റ് ചെയ്ത് ഫ്രൈ ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. അതിനായി ഞാനൊരു മിക്സിംഗ് ബൗളിലേക്ക് 1/2 ടീസ്പൂൺ ലെമൺ ജ്യൂസ്, ഒരു മുട്ട നന്നായി ബീറ്റ് ചെയ്തത്, 2 ടീസ്പൂൺ ചില്ലി പേസ്റ്റ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. കുറച്ച് വറ്റൽമുളക് ചെറിയ ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ച് 1 ടീസ്പൂൺ വിനെഗർ കൂടി ചേർത്ത് കൊടുത്ത് ഒരു മിക്സിയുടെ ചെറിയ ജാറിൽ ഫൈനായി അരച്ചെടുത്താൽ ഹോം മെയ്ഡ് ചില്ലി പേസ്റ്റ് റെഡി. ഇനി വേണ്ടത് 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും നമുക്ക് ഈസിയായി വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. 10 വലിയ ചുള വെളുത്തുള്ളി, ഒരു മീഡിയം സൈസ് ഇഞ്ചി, വിനെഗറും 2 ടീസ്പൂൺ വെള്ളവും ചേർത്ത് മിക്സിയുടെ ചെറിയ ജാറിൽ ഫൈനായി അരച്ചെടുത്താൽ ഹോം മെയ്ഡ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും റെഡി. ഇനി അടുത്ത ഇൻഗ്രീഡിയന്റ് 2 ടേബിൾ സ്പൂൺ, അതായത് 6 ടീസ്പൂൺ ഗോതമ്പ് പൊടിക്ക് പകരം നിങ്ങൾക്ക് മൈദയായാലും യൂസ് ചെയ്യാവുന്നതാണ്. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1 ടീസ്പൂൺ സോയാ സോസ്, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ. ഞാനിവിടെ ഫ്രഷായി ഗ്രൈൻഡ് ചെയ്തെടുത്ത പെപ്പറാണ് യൂസ് ചെയ്യുന്നത്. 1 ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കട്ടയൊന്നുമില്ലാതെ നല്ല സ്മൂത്ത് ബാറ്റർ ആക്കി എടുക്കണം. ഞാൻ 1 ടേബിൾ സ്പൂൺ വെള്ളവും 1 ടീസ്പൂൺ ലെമൺ ജ്യൂസും കൂടി ചേർത്ത് നല്ല സ്മൂത്തി ബാറ്റർ റെഡിയാക്കിയിട്ടുണ്ട്. ബാറ്റർ കൺസിസ്റ്റൻസി വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ആയിരിക്കാൻ ശ്രദ്ധിക്കണം. ഈ ബാറ്ററിന്റെ കൺസിസ്റ്റൻസി ഒരുപാട് ലൂസാകാനും ഒരുപാട് തിക്കാകാനും പാടില്ല. വീഡിയോയിൽ കാണുന്ന രീതിയിൽ തന്നെ ആക്കിയെടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ നീളത്തിൽ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത ചിക്കൻ നമുക്കൊരു മിനിമം 15 മിനിറ്റ് എങ്കിലും ഫ്രിഡ്ജിൽ എടുത്തു വെക്കാം. ഇനി ഇതിലേക്കുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 20 കാഷ്യൂ നട്ട്, 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 കഷ്ണം സിലറി. ഇതാണ് സിലറി. എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും ഇത് അവൈലബിൾ ആണ്. ഇത്രയും ഉള്ള ഒരു കഷ്ണമാണ് ഞാൻ ഇതിലേക്ക് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇത് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഡ്രാഗൺ ചിക്കൻ റെസ്റ്റോറന്റിൽ നിന്നും വാങ്ങുന്ന അതേ സ്മെല്ലിലും ടേസ്റ്റിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നിങ്ങളുടെ കയ്യിൽ ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി 3 വറ്റൽമുളക്, 2 ടീസ്പൂൺ കോൺഫ്ലോർ, 1/2 ഗ്ലാസ് വെള്ളത്തിൽ മിക്സ് ചെയ്തെടുത്തത്, 2 മീഡിയം സൈസ് സവാള ചെറുതായി ചോപ്പ് ചെയ്തത്, 3 കളർ ക്യാപ്സിക്കം നീളത്തിൽ അരിഞ്ഞത്, മഞ്ഞയും പച്ചയും കളർ ക്യാപ്സിക്കം പകുതിയും ചുവപ്പ് കളർ ക്യാപ്സിക്കം ഒരെണ്ണവും ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ക്യാപ്സിക്കത്തിന്റെ അളവിലൊക്കെ മാറ്റം വരുത്താം. ക്യാപ്സിക്കം നീളത്തിൽ അരിയുമ്പോൾ അതിന്റെ മുകളിലെയും അടിയിലെയും ഭാഗങ്ങൾ മുറിച്ച് ഞാൻ ചെറുതായി ചോപ്പ് ചെയ്തെടുത്തും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കത് വെറുതെ കളയേണ്ട കാര്യമില്ലല്ലോ. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു കുഴപ്പവുമില്ല. 1 ടീസ്പൂൺ ചില്ലി പേസ്റ്റ്, 2 ടേബിൾ സ്പൂൺ, അതായത് 6 ടീസ്പൂൺ ടൊമാറ്റോ സോസ്, 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, 1 ടേബിൾ സ്പൂൺ ഗ്രീൻ ചില്ലി സോസ്. റെഡ് ചില്ലി സോസ് ആണെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ടേബിൾ സ്പൂണും ടീസ്പൂണും തെറ്റിപ്പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ചില്ലി പേസ്റ്റും സോസുകളും എല്ലാം ഞാൻ മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ സെസമി ഓയിൽ അല്ലെങ്കിൽ നല്ലെണ്ണ എന്നിവയൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് ആയി എടുത്ത് വെച്ചിരിക്കുന്നത്. ആദ്യം ഒരു പാനിലേക്ക് 5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ എല്ലാം ഫ്രൈ ചെയ്തെടുക്കണം. സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഓയിൽ നന്നായി ചൂടായി വന്നാൽ ചിക്കൻ ഇട്ട് കൊടുത്ത് ഇതുപോലെ ബ്രൗൺ നിറമാകുന്നവരെ 2 പുറവും മറിച്ചിട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കണം. 3 ട്രിപ്പായി ഞാൻ മുഴുവൻ ചിക്കൻ സ്ലൈസുകളും വറുത്തെടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. ഒരുപാട് ഫ്രൈ ചെയ്തെടുക്കേണ്ട കാര്യമില്ല. ഇതുപോലെ ഒന്ന് ഗോൾഡൻ കളർ ആവുന്നവരെ ഫ്രൈ ചെയ്താൽ മതി. ഇതുപോലെ ഗോൾഡൻ കളർ ആകുന്ന സമയത്ത് തന്നെ വറുത്തുകോരി എടുക്കുകയാണെങ്കിൽ നമ്മുടെ ചിക്കൻ നല്ല ജ്യൂസിയും സോഫ്റ്റും ആയിരിക്കും. ഇനി ഒരു വലിപ്പമുള്ള കടായിലേക്ക് 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ ചൂടായി വന്നാൽ ആദ്യം തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 20 കാഷ്യൂ നട്ട്സ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. നമ്മുടെ കാഷ്യൂസ് എല്ലാം ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് ഇത് കോരി മാറ്റി വെക്കാം. ഇനി ഇതേ എണ്ണയിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന 3 വറ്റൽമുളക് 2ആയി കട്ട് ചെയ്തത് ചേർത്ത് മൂപ്പിച്ചെടുക്കണം. മുളക് മൂപ്പായാൽ അടുത്തത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് അതിന്റെ റോസ്മെൽ മാറുന്നവരെ വഴറ്റി കൊടുക്കണം. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന സിലറി ചേർത്ത് ഒന്ന് വഴറ്റിയ ശേഷം ചെറുതായി ചോപ്പ് ചെയ്ത സവാളയും ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കണം. സവാള ഇതുപോലെ വാടി വന്നാൽ
മതി. ഒരുപാട് ബ്രൗൺ നിറമാകുന്നവരെ വെയിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇനി ഇതിലേക്ക് ചില്ലി പേസ്റ്റിന്റെയും സോസുകളുടെയും മിക്സ് ചേർത്ത് കൊടുത്ത് എല്ലാം നന്നായി യോജിപ്പിച്ചെടുക്കാം. ഇതെല്ലാം ചെയ്യുമ്പോൾ സ്റ്റവ് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചു കൊടുക്കാനും ഒന്നും കരിഞ്ഞു പോകാതെയും പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്തത് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ചേർത്ത് കൊടുത്ത് ക്യാപ്സിക്കത്തിന്റെ റോ ടേസ്റ്റ് മാറുന്നത് വരെ ഒന്ന് വാട്ടിയെടുക്കാം. ഒരു 2-3 മിനിറ്റ് ക്യാപ്സിക്കം വാട്ടിക്കൊടുത്ത ശേഷം എടുത്തു വെച്ചിരിക്കുന്ന കോൺഫ്ലോർ മിക്സും ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് ഉപ്പും എരിവും മധുരവും ഒക്കെ ചെക്ക് ചെയ്ത് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എനിക്കൊരു ഇത്തിരി മധുരം കൂടി ആകാമെന്ന് തോന്നിയത് കൊണ്ട് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ചേർത്ത് എല്ലാം മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഫ്രൈ ചെയ്ത ചിക്കൻ കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ അടിപൊളി ഡ്രാഗൺ ചിക്കൻ റെഡി. അവസാനമായി നമ്മൾ ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച കാഷ്യൂ നട്ട്സും 1 ടീസ്പൂൺ വൈറ്റ് സെസമി സീഡ്സും ചേർത്ത് ഗാർണിഷ് ചെയ്തെടുത്താൽ റെസ്റ്റോറന്റിൽ നിന്നും കിട്ടുന്നതിനും ടേസ്റ്റിയായ ഡ്രാഗൺ ചിക്കൻ സെർവ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ ഫ്രൈ ചെയ്യലും വെജിറ്റബിൾ സോസ് പ്രിപ്പറേഷനും നമുക്ക് പാരലായി ചെയ്തെടുക്കുകയാണെങ്കിൽ വേഗം തന്നെ തയ്യാറാക്കിയെടുക്കാവുന്ന റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി, പ്രത്യേകിച്ച് അമ്മമാരൊക്കെ ട്രൈ ചെയ്ത് നോക്കി മക്കളുടെ മുന്നിൽ സ്റ്റാർ ആയ വിവരം കമന്റിലൂടെ അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും മറക്കില്ലല്ലോ. എന്നാൽ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ, ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി ആൻഡ് ബി ഹാപ്പി. താങ്ക് യു.